ചരിത്ര പാഠം എപ്പിസോഡ് 5. ക്രൈസ്തവ ജീവിതത്തിൻ്റെ മനോഹാരിത. ഈശോ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നത് യോഹന്നാൻ 14:16 ഇങ്ങനെ വായിക്കുന്നു: ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരുകയും ചെയ്യും. അതിനും പ്രകാരം ഈശോയുടെ സ്വർഗാരോഹണത്തിൻ്റെ 10ാം നാൾ ശക്തമായ കാറ്റിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് അപ്പസ്തോലന്മാരുടെ മേൽ ഇറങ്ങി വന്നു. അവിടെ സമ്മേളിച്ചിരുന്നവരുടെ മേൽ ഏവർക്കും ദൃശ്യമാകും വിധം തീനാവുകളുടെ രൂപത്തിലാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്. യഹൂദരുടെ പന്തക്കുസ്താ തിരുനാളിന് ഇന്ത്യ ഉൾപ്പെടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജെറുസലേമിൽ എത്തിയവർ ഈ വാർത്ത അറിഞ്ഞു. ഈ സമയത്ത് പത്രോസ് ചെയ്ത പ്രസംഗം കേട്ട് 3000 പേർ ജ്ഞാനസ്നാനം സ്വീകരിച്ചു എന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായത്തിൽ 41-ാം വചനത്തിൽ നാം കാണുന്നുണ്ട്. തുടർന്ന് ഈശോയെ പ്രസംഗിക്കാനായി അപ്പസ്തോലന്മാർ വിവിധ രാജ്യങ്ങളിലേക്ക് തിരിച്ചു. അങ്ങനെ വിവിധ രാജ്യങ്ങളിൽ, ദേശങ്ങളിൽ, പട്ടണങ്ങളിൽ ക്രൈസ്തവ സമൂഹങ്ങൾ രൂപപ്പെടാൻ തുടങ്ങി. അപ്പസ്തോല പ്രവർത്തനങ്ങൾ ആദ്യ 7 അധ്യായങ്ങൾ ഇക്കാര്യം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പന്തക്കുസ്താ ദിനം പത്രോസ് ശ്ലീഹായുടെ പ്രസംഗം ശ്രവിച്ച ജെറൂസലത്തെ യഹൂദരാണ് ആദ്യ ക്രൈസ്തവ സമൂഹത്തിന് രൂപം കൊടുക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായ പത്രോസിൻ്റെ പ്രസംഗവും അപ്പസ്തോലന്മാരുടെ ജീവിത വിശുദ്ധിയും അടയാളങ്ങളായ അത്ഭുത കൃത്യങ്ങളും വഴി അനേകർ മിശിഹായിലുള്ള വിശ്വാസം ഏറ്റുപറയുവാൻ തുടങ്ങി. അങ്ങനെ ഈശോയെ മിശിഹായായി അംഗീകരിക്കുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വന്നു എന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2:47 കാണുന്നു. അവരുടെ എണ്ണം 5000-ഓളമായി എന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 4-ൽ നാം തുടർന്ന് കാണുന്നുണ്ട്. ഈ വിജയം സ്വാഭാവികമായും യഹൂദരുടെ വിദ്വേഷത്തിന് കാരണമായി. പല സ്ഥലങ്ങളിലും ക്രൈസ്തവ വിരുദ്ധ അപവാദങ്ങളും പ്രചരിക്കാൻ തുടങ്ങി. അതിനാൽ ക്രൈസ്തവരുടെ എണ്ണം വർദ്ധിച്ചതനുസരിച്ച് എതിർപ്പുകളും വർദ്ധിച്ചു വന്നു. എന്നിരുന്നാലും അധികാരികളുടെ താക്കീതുകളും നിരോധനങ്ങളും അവഗണിച്ചുകൊണ്ട് അപ്പസ്തോലന്മാർ തങ്ങളുടെ ദൗത്യം തുടർന്നു പോന്നു. മനുഷ്യരെ എന്നതിനേക്കാൾ ദൈവത്തെ അനുസരിക്കാൻ അവർ തയ്യാറായി. അപ്പസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം 5 വാക്യങ്ങൾ 29. ഈശോയെ പ്രസംഗിച്ചതിന് അറസ്റ്റ് ചെയ്യപ്പെടുകയും വിചാരണ ചെയ്യപ്പെടുകയും ചെയ്യുന്ന പത്രോസിനെയും യോഹന്നാനെയും അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4:18 കാണാം. തടവിൽ കഴിഞ്ഞിരുന്ന പത്രോസിനെയും യോഹന്നാനെയും കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് തടവറയുടെ വാതിൽ തുറന്നു കൊടുത്ത് അവരെ രക്ഷിക്കുന്ന സംഭവം അപ്പസ്തോല പ്രവർത്തനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. 5:19. ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ജീവിതം തികച്ചും മനോഹരമായിരുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4:32 സാക്ഷ്യപ്പെടുത്തുന്നു: അവർ ഒരു ഹൃദയവും ഒരു ആത്മാവുമായിരുന്നു. അവരിൽ ആരും ഒന്നും സ്വന്തമായി കരുതിയില്ല, എല്ലാം പൊതു സ്വത്ത് ആയിരുന്നു. 4:33 ദൈവത്തിൻ്റെ കൃപ അവരിൽ സമൃദ്ധമായി ഉണ്ടായിരുന്നു എന്ന് നാം കാണുന്നു. 2:44 വിശ്വസിച്ചവർ എല്ലാം ഒറ്റ സമൂഹം ആവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു എന്നും കാണുന്നുണ്ട്. തങ്ങൾക്കുള്ളവയിൽ മറ്റുള്ളവർക്കും അവകാശമുണ്ട് എന്നും തങ്ങൾക്കുള്ളവയിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഓരോരുത്തർക്കും കടമയുണ്ട് എന്നും ഉള്ള ക്രൈസ്തവ ചിന്ത അങ്ങനെ ആദ്യകാലത്ത് തന്നെ രൂപപ്പെട്ടതാണ്. മറ്റുള്ളവരെ, പ്രത്യേകിച്ച് അനാഥരെയും വിധവകളെയും അവരുടെ ആവശ്യങ്ങളിൽ സഹായിച്ചിരുന്നത് അപ്പസ്തോലന്മാർ തന്നെയായിരുന്നു. പിന്നീട് സമൂഹം വലുതായപ്പോൾ അവരെ സഹായിക്കാനായി 7 ഡീക്കന്മാരെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 6-ാം അധ്യായം 1 മുതൽ 6 വരെ വചനങ്ങൾ ഇത് സാക്ഷ്യപ്പെടുത്തുന്നു. ആദ്യ ഡീക്കന്മാരായി തിരഞ്ഞെടുത്ത 7 പേരിൽ എസ്തപ്പാനോസ് തൻ്റെ പ്രസംഗവും അത്ഭുത പ്രവൃത്തികളും കൊണ്ട് യഹൂദ അധികാരികളെ കോപാകുലരാക്കി. പഴയ നിയമത്തിലെ മോശയുടെ നിയമത്തിൻ്റെ സ്ഥാനത്ത് ഈശോയുടെ പുതിയ പഠനം അഥവാ സുവിശേഷത്തിനാണ് ഇനി പ്രസക്തി എന്ന് പ്രസംഗിച്ചത് യഹൂദ അധികാരികൾക്ക് സഹിക്കാനായില്ല. യഹൂദ പാർലമെൻറ്റ് സാൻഹെദ്രിൻ കൂടി അദ്ദേഹത്തെ കല്ലെറിഞ്ഞ് കൊല്ലാൻ കൽപ്പിച്ചു. അങ്ങനെ എസ്തപ്പാനോസ് സഭയിലെ ആദ്യത്തെ രക്തസാക്ഷിയായി. അദ്ദേഹത്തെ കല്ലെറിഞ്ഞു കൊല്ലാൻ കൂട്ടുനിന്ന അതിതീക്ഷ്ണമതിയായ യഹൂദ യുവാവ് സാവൂൾ എന്നാൽ എസ്തപ്പാനോസിൻ്റെ രക്തസാക്ഷിത്വത്തെ തുടർന്ന് മാനസാന്തരപ്പെട്ട് താൻ ഏതൊരു കാര്യത്തിന് വേണ്ടി എസ്തപ്പാനോസിനെ വധിച്ചുവോ ആ കാര്യത്തിന് വേണ്ടി, ആ ലക്ഷ്യത്തിന് വേണ്ടി എത്ര സഹിക്കാനും മരിക്കാൻ വരെയും തയ്യാറാകുന്നതായാണ് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നത്. ആദിമ ക്രൈസ്തവരുടെ
ആദർശപരമായ മനോഹരമായ ജീവിതം യഹൂദരെയും വിജാതീയരെയും ക്രിസ്തുമതത്തിലേക്ക് ആകർഷിച്ചതോടൊപ്പം തന്നെ ഇതിൽ അസൂയ പൂണ്ട അനേകർ സഭയുടെ ശത്രുക്കളായി തീരുന്നതും ചരിത്രത്തിൽ കാണാം. ക്രിസ്തുമതം നന്നായി ജീവിക്കുന്നിടത്ത് ശത്രുക്കളും മതദ്വേഷകരും ഉണ്ടാകും എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. ഇതിന് പരിഹാരം ഒന്നേയുള്ളൂ: വിശ്വാസത്തിൽ ശക്തിപ്പെടുക, ഈശോയ്ക്ക് വേണ്ടി സഹിക്കാൻ തയ്യാറാവുക, വേണ്ടി വന്നാൽ രക്തസാക്ഷിത്വ മകുടം ചൂടാൻ തയ്യാറാവുകയും ചെയ്യുക.